അവൾ അത്രയ്ക്ക് വീര്യമുള്ള കൈവശമാണല്ലോ തന്നിരിക്കുന്നേ. ഡെയ്സി, നീ അതിര് കടക്കുക. ഞാൻ കടക്കും. എല്ലാ അതിരുകളും ഭേദിക്കാൻ തയ്യാറായി തന്നെയാ ഡെയ്സി ഇറങ്ങി തിരിച്ചിരിക്കുന്നെ. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ ഇവിടെ താമസിക്കാം. നന്നാവാൻ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് എന്റെ നാവിന് വരെ തഴമ്പ് വെച്ചു. കഷ്ടം. ഇനി ജോണേ, തന്റെ ഭാഗത്തു നിന്നും ഇതുപോലുള്ള കൊള്ളരുതായ്മകൾ എനിക്കോ എന്റെ സ്റ്റാഫുകൾക്കോ ഉണ്ടായി എന്ന് കേട്ടാൽ താൻ പിന്നെ ഈ കളക്ട്രേറ്റിൽ ഉണ്ടാവില്ല. പറഞ്ഞില്ലാന്ന് വേണ്ട. മാഡം, ഇനി മാഡം എന്നെ വിളിച്ച് ഇങ്ങനൊന്നും പറയേണ്ട അവസ്ഥ ഞാനായിട്ട് ഉണ്ടാക്കില്ല. ഉറപ്പ്. ഉണ്ടാക്കിയില്ലെങ്കിൽ തനിക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ അവസാന കാലത്ത് സർക്കാർ പെൻഷൻ വാങ്ങി വീട്ടിലിരുന്ന് കഴിക്കാൻ പറ്റില്ല. ദേ, ഇനി എന്റെ ഭാഗത്തു നിന്നും ഒരു പറച്ചിലുണ്ടാവില്ല. അതോർത്താ നന്ന്. ആ പിന്നെ മലയാളത്തിലൊരു ചൊല്ലുണ്ട് ജോണേ, ജാത്യാലുള്ളത് തൂത്താ പോവില്ലെന്ന്. ജോണിന്റെ കാര്യത്തിൽ അത് അങ്ങനെയല്ലാന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ജോണിനുണ്ട്. ഒന്ന് ശ്രമിച്ചു നോക്ക്. നന്നാവുമെങ്കിൽ നന്നാവട്ടെ. ഹലോ. ഓ, അങ്ങനെയാണോ? ശരി, ഞാൻ ദാ വരുന്നു. എന്നാ പിന്നെ മാഡം ഞാനങ്ങോട്ട്. ജോണിന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലെങ്കിൽ നമുക്കൊന്ന് ജവഹർ കോളനി വരെ ഒന്ന് പോയാലോ? നമുക്കൊരു 5-10 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരാം. തീർച്ചയായും വരാം മാഡം. എന്നാ പിന്നെ ജോൺ പുറത്ത് വെയിറ്റ് ചെയ്യൂ. ഓക്കെ മാഡം. ഇനിയിപ്പൊ എന്താ ചെയ്യുക ചന്ദ്രേ? ഏട്ടൻ വരട്ടെ. എന്താടി അന്തം വിട്ട പോലെ നോക്കുന്നേ? പുതിയ താമസക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. താമസക്കാരോ? ആര്? ആ, കണ്ടിട്ട് ഇവിടെ പുറത്തേക്ക് വന്നതുപോലെ. എടി, ആരാ വന്നേന്ന് പറ. അത് സസ്പെൻസ്. ചെന്ന് നോക്ക്. അതെന്താ സസ്പെൻസ്? നീയോ? നീ എന്താടി ഇവിടെ? ഞാൻ പിന്നെ എവിടെ പോവാനാ? ഞാൻ ഇനി ഒരിടത്തേക്കും പോകുന്നില്ല. ഞാനിനി ഇവിടെ താമസിക്കാൻ പോകുന്നത്. എവിടെ? നീ എവിടെയാണോ അവിടെ. എഴുന്നേക്കടി. ഇതൊന്നും ഇവിടെ നടക്കില്ല. നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. എങ്ങോട്ട് ഇറങ്ങാൻ? ഒരിടത്തേക്കും ഇറങ്ങുന്നില്ല. ഇത് കെട്ടിയത് ശിവനാണെങ്കിൽ ഇനി മുതൽ ഞാനാണ് ഇവിടെ താമസിക്കുന്നത്. അടുക്കള ഞാൻ കയറി നോക്കി. ആങ്ങളെയും പെങ്ങളും കൂടി പുറത്തുനിന്ന് വാങ്ങിയുള്ള കഴിപ്പാണല്ലേ. എന്തെങ്കിലും വച്ചുണ്ടാക്കി തരാൻ പെങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. നാത്തൂനായി പോയില്ലേ, ഞാൻ പഠിപ്പിച്ചോളാം. അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങി തന്നാ മതി. ഡെയ്സി, എനിക്ക് ഒരുപാട് ജോലി തിരക്കുള്ള സമയമാ. നീ വെറുതെ കിടന്ന് ചെലക്കാതെ വീട്ടിൽ പോവാൻ നോക്ക്. അല്ലെങ്കിൽ തന്നെ ഒന്നിന് പുറകെ ഒന്നായി പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് ഇവിടെ നേരമില്ല. അതിന്റെ കൂടെ ഇതും കൂടെ താങ്ങാനുള്ള കെൽപ്പ് എനിക്കില്ല. അപ്പോ ഞാൻ പ്രശ്നക്കാരിയാണെന്ന് സ്വയം തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? അതുകൊണ്ടായിരിക്കും എന്നെ ഒഴിവാക്കിയിട്ട് ആ കളക്ടർക്ക് പിന്നാലെ സഞ്ചാരം തുടങ്ങിയത്. നിന്നോട് സംസാരിച്ചു നിൽക്കാനേ എനിക്കിപ്പോ തീരെ സമയമില്ല. അല്ലെങ്കിൽ ഞാനിതിന് നല്ലൊരു മറുപടി തന്നേനെ. പറഞ്ഞു മനസ്സിലായി കൊടുറേ. അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാ. ഉത്തരം മുട്ടുമ്പോ ഓടി ഒളിക്കുന്ന പരിപാടി.
മുന്നിൽ നിന്നാ മറുപടി പറയാതിരിക്കാനാവില്ലല്ലോ. ഡെയ്സി കരുതുന്ന പോലൊരു ബന്ധമല്ല കളക്ടറും ശിവേട്ടനും തമ്മിലുള്ളത്. നിന്റെ ഏട്ടനെ നീ ചെറുപ്പം മുതലേ കാണാൻ തുടങ്ങിയതായിരിക്കും. അയാളെ ശരിക്കും മനസ്സിലാക്കിയതേ ഈ ഡെയ്സി തന്നെയാ. നമുക്കിടയില് പ്രതീക്ഷിക്കാത്ത ചിലതൊക്കെ നടന്നു. ഉം. എല്ലാം ശരിയാക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. എത്ര സമയാ? 1 മാസം? 2 മാസം? ശരി, 3 മാസം, 1 വർഷം. അത് പിന്നെ പറയാൻ പറ്റുന്നില്ല അല്ലേ? പറ്റില്ല. കാരണം അവൾ അത്രയ്ക്ക് വീര്യമുള്ള കൈവശമാണല്ലോ തന്നിരിക്കുന്നേ. ഡെയ്സി, നീ അതിരെ അടക്കുകയാ. ഞാൻ കടക്കും. എല്ലാ അതിരുകളും ഭേദിക്കാൻ തയ്യാറായി തന്നെയാ ഡെയ്സി ഇറങ്ങി തിരിച്ചിരിക്കുന്നെ. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ ഇവിടെ താമസിക്കാം. നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലല്ലേ? നീ എന്തൊക്കെ തന്നെ പറഞ്ഞാലും നിന്നെ ഇവിടെ നിർത്തുന്ന ഒരു പ്രശ്നവുമില്ല. ഞാൻ പുറത്തുപോയി വരുമ്പോ നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാ പിന്നെ ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അത് താങ്ങാനുള്ള കെൽപ്പുണ്ടെങ്കിൽ മാത്രം നീ നിന്റെ അഹങ്കാരം കൊണ്ട് ഇവിടെ നിന്നാ മതി. താങ്ങാൻ പറ്റുമെങ്കിൽ മാത്രം. എന്റെ ഏട്ടന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. തെറ്റിദ്ധരിച്ചത് ഡെയ്സിയാ. എന്നിട്ട് എന്റെ ഏട്ടനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. ഡെയ്സി കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറാൻ പഠിക്കും. അത് ശരി. ആങ്ങളെ പറഞ്ഞപ്പോ പെങ്ങൾക്ക് നൊന്തോ? പിന്നെ എന്നെ മര്യാദ പഠിപ്പിക്കാനൊന്നും നീ വളർന്നിട്ടില്ല. അതിനുള്ള ആവതും നിനക്കില്ല. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്നെ ഉപദേശിക്കാൻ നിനക്കെന്താ അധികാരം? നീ ഒരാളെ സ്നേഹിച്ച് വീട് വിട്ട് ഇറങ്ങി വന്നിരിക്കുവല്ലേ? സ്നേഹിച്ചവനോടുള്ള വിശ്വാസത്തിന്റെ പുറത്തല്ലേ നീയും ചാടിയോടി പോകുന്നത്? നിന്നെ സഹായിക്കാൻ നിന്റെ ചേട്ടനുള്ളതുപോലെ എന്നെ സഹായിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ പോരാടും. ചത്താലും ശരി. ഇനി ഡെയ്സി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. വരാൻ പോകുന്ന ഭൂകമ്പം എന്താന്ന് ഞാനും ഒന്ന് നോക്കട്ടെ.